ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ 2 മോഷൻ എന്നുള്ളതിലുള്ള സ്പീഡും വെലോസിറ്റിയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും എക്സ്പ്ലെയിൻ ചെയ്തു. ഇവിടെ ഇനി അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യനുകളുമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്: മോഷൻ ഓഫ് 4 ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് ആർ സ്റ്റേറ്റഡ് ബിലോ. ചൂസ് ദ ഓഡ് വൺ. ഓൾസോ സ്റ്റേറ്റ് ദ റീസൺ ഫോർ ചൂസിങ് ഇറ്റ്. അതായത് ചലനവുമായി ബന്ധപ്പെടുത്തിയിട്ട് കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തി എഴുതാനാണ് പറയുന്നത്. അതിൽ 4 സിറ്റുവേഷനാണ് തന്നത്. ഒന്നാമത്തെ സിറ്റുവേഷൻ: എ ട്രെയിൻ ഈസ് സ്റ്റാർട്ടിങ് ഫ്രം ദി സ്റ്റേഷൻ. സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ട്രെയിൻ. നിങ്ങൾക്കറിയാം, സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുമ്പം ട്രെയിനിൻ്റെ സ്പീഡ് എങ്ങനെ ആയിരിക്കും, വെലോസിറ്റി പിന്നെ അങ്ങനെ കൂടി വരികയാണ് ചെയ്യാം അല്ലേ. അപ്പോൾ അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ, സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, എ ബോൾ ത്രോൺ അപ്വേർഡ്. മുകളിലേക്ക് എറിയപ്പെട്ട ഒരു ബോൾ. അപ്പോൾ ആ ബോളിൻ്റെ നിങ്ങൾക്ക് നോക്കിയറിയാം, അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആണ്. അപ്പോൾ മുകളിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ അവിടെ വെലോസിറ്റി എന്താ ചെയ്യുക, അതിങ്ങനെ ഗ്രാജുവലി കുറഞ്ഞ് വരികയാണ് ചെയ്യുക. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. തേർഡ് വൺ: ദ മോഷൻ ഓഫ് എ ബോൾ റോളിംഗ് ഡൗൺ എ ഹിൽ. അതായത് ഒരു കുന്നിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് ഉരുണ്ട് വരുന്ന ഒരു ബോൾ. നാലാമത്തത്: ദ മോഷൻ ഓഫ് കോക്കനട്ട് ഫോളിംഗ് ഫ്രം എ കോക്കനട്ട് ട്രീ. തെങ്ങിൽ നിന്നും താഴേക്ക് വീഴുന്ന ഒരു തേങ്ങ. ഇതാണ് 4 സിറ്റുവേഷൻസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഈ 4 സിറ്റുവേഷൻക്ക് വരുന്നതിൻ്റെ മുന്നേ നമുക്ക് എന്താണ് സ്പീഡ്, എന്താണ് വെലോസിറ്റി എന്നുള്ള കാര്യങ്ങളൊന്ന് നോക്കാം. അപ്പോൾ ഇനി എന്താണ് സ്പീഡ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസും. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വസ്തു, അതായത് ഈ ഒരു കാറ് സഞ്ചരിക്കുന്ന A മുതൽ B വരെ സഞ്ചരിക്കാൻ എടുത്തപ്പോൾ എത്രയാണോ അത് സഞ്ചരിച്ച ആ പാതയുടെ നീളം, അതാണ് എന്ത്, ഡിസ്റ്റൻസ്, ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ അതിനി നമ്മൾ ഇത്ര സമയത്തിനുള്ളിലാണ് ആ വസ്തു ബിയിലെത്തിയതെങ്കിൽ നമ്മൾ പറയൂലേ, അതായത് ബൈ സമയം, അതാണ് എന്ത്, സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ എ യൂണിറ്റ് ടൈം. വളരെ ഈസിയാണ്. നിങ്ങളെ കാറിൻ്റെ ഇതിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സ്പീഡോമീറ്റർ. അതായത് നമ്മൾ പോകുമ്പം ഇതിൻ്റെ സ്പീഡ് എത്രയെന്ന് അറിയാൻ ഉപയോഗിക്കുന്നതാണ് എന്ത്, സ്പീഡോമീറ്റർ എന്ന് പറയുന്നത്. അതായത് സ്പീഡ് എന്ന് പറഞ്ഞാൽ വേഗം എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ മറക്കരുത്, സഞ്ചരിച്ച ദൂരം ബൈ സമയം. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ എ യൂണിറ്റ് ടൈം. ഇനി ഞാൻ പറഞ്ഞു ഇവിടെ A മുതൽ B വരെ ഉള്ള പാത്ത്, അതായത് വഴി എടുക്കുകയാണെങ്കിൽ അതിന് ഡിസ്റ്റൻസ് 2000 മീറ്റർ ആണെങ്കിൽ അതിനെടുക്കുന്ന സമയം 10 സെക്കൻഡിൻ്റെ ഉള്ളിലാണെന്ന് വെക്കുക. ഓക്കെ, അപ്പോൾ ഞാനൊരു ഉദാഹരണം എടുത്തതാണ്. അപ്പോൾ സ്പീഡ് കാണാൻ എളുപ്പമാണ്. എന്തൊക്കെയാൽ മതി, 2000/10 അല്ലേ. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുക D എന്നുള്ള സ്മോൾ ലെറ്റർ D ആണ്. അപ്പോൾ 2000 സമയം എത്രയാണ്, 10 സെക്കൻഡ്. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് നമ്മൾ എങ്ങനെ എഴുതും എന്നുള്ളതാണ്. അത് വളരെ ഈസിയാണ്. എത്ര കിട്ടും, ഈ 2 ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ എത്ര കിട്ടും, 200 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും അവിടെ കിട്ടുക. എങ്ങനെയാണ് നമ്മളിവിടെ മീറ്റർ പെർ സെക്കൻഡ് ഇടുക നോക്കാം. അപ്പോൾ ഡിസ്റ്റൻസ് നീളമാകുമ്പോൾ നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ്, ബേസിക് യൂണിറ്റ് എന്താ, മീറ്ററാണ്. സമയത്തിൻ്റെ യൂണിറ്റ് എന്താണ്, സെക്കൻഡാണ്. അപ്പോൾ ഇങ്ങനെയാണ് യൂണിറ്റ് എഴുതുക കേട്ടോ. അപ്പോൾ 200 മീറ്റർ പെർ സെക്കൻഡാണ് അവിടെ കിട്ടുക. ഇനി ഇത് സ്കേലാർ ആണോ വെക്റ്റർ ക്വാണ്ടിറ്റി ആണോ നമ്മൾ പഠിച്ചു. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. വാട്ട് ഇസ് എ സ്കേലാർ ക്വാണ്ടിറ്റി നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇറ്റ് ഹാസ് ഓൺലി മാഗ്നിറ്റ്യൂഡ്, അതായത് ആ ഒരു വാല്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ 2000 മീറ്റർ ആണ് ഇവിടെ നമുക്ക് കിട്ടിയ ഡിസ്റ്റൻസ്, അതാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ സ്കേലാർ ആണ് എന്ത്, ഡിസ്റ്റൻസ്. അതുകൊണ്ട് തന്നെ സ്പീഡ് കാണാൻ നമുക്കറിയാം ഡിസ്റ്റൻസ് ബൈ ടൈം ആണെന്ന് ഞാൻ പറഞ്ഞു. സ്മോൾ ലെറ്റർ D/T ആണ് കിട്ടുക. അതിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇത് എന്താണ്, സ്കേലാർ ക്വാണ്ടിറ്റി, അതായത് ഒരു അദിശ അളവാണെന്ന് പറയാം. അപ്പോൾ എന്താണ് സ്പീഡ് എന്ന് ചോദിച്ചാൽ യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരാണ് എന്ത്, വേഗം, സ്പീഡ് എന്ന് പറയുന്നത്. എന്താണ് യൂണിഫോം സ്പീഡ്, സമവേഗം, പേരിൽ തന്നെ ഉണ്ട്, സമമായ വേഗം. ഇവിടെ നോക്കുക, ഈ കാർ ഇവിടെ നിന്നും A മുതൽ C വരെ എത്താൻ എത്ര നേരം എടുക്കും, അല്ലെങ്കിൽ എത്ര ദൂരം സഞ്ചരിച്ചു നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ 2 കേസുണ്ട്. A to B എടുക്കുക ആദ്യം. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, ഇവിടെ 10 മീറ്റർ ആണ് A to Bയിൽ അതിൻ്റെ ഡിസ്റ്റൻസ്. B to Cയും 10 മീറ്റർ ആണ് അല്ലേ. അതിനെടുക്കുന്ന സമയം ഇവിടെ തുല്യമല്ലേ, 2 സെക്കൻഡാണ്. അപ്പോൾ നമുക്ക് സ്പീഡ് എങ്ങനെ കണ്ടെത്താം, ഞാൻ പറഞ്ഞു ഡിസ്റ്റൻസ് ബൈ ടൈം, അതായത് ദൂരം ബൈ സമയം എന്ന് പറയും. ഇവിടെ D എന്ന് പറയുന്നത് എത്രയാണ്, ഇവിടെ 10 അല്ലേ. അപ്പോൾ
10/2 = 5 m/s. എപ്പോഴും നിങ്ങൾ യൂണിറ്റ് എഴുതാൻ മറക്കരുത്. സ്പീഡിൻ്റെ യൂണിറ്റും വെലോസിറ്റീൻ്റെ യൂണിറ്റും ഒക്കെ m/s ആണ്. ഇനി ഫ്രം ബി ടു സി ആണെങ്കിലോ, ഇവിടെ തന്നിട്ടുണ്ട് 10 ആണ് ഡിസ്റ്റൻസ്, 10/2 ആണ്. അതും എന്താണ് 5 m/s ആണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് നോക്കിയാൽ തന്നെ അറിയാം, ഇവിടെ ഫ്രം എ ടു ബി ആണെങ്കിലും അല്ലെങ്കിൽ ബി ടു സി ആണെങ്കിലും ഈ രണ്ട് കേസിലും നമുക്ക് കിട്ടിയത് ഈക്വൽ അല്ലേ, സ്പീഡ് ഈക്വൽ ആണ്. അപ്പോൾ അതിനർത്ഥം എപ്പോഴാണ് ഒബ്ജക്റ്റ് സെറ്റ് ടു ബി ഇൻ യൂണിഫോം സ്പീഡ് എന്ന് പറയാന്നുള്ളത്. എങ്ങനെ ആവണത്? ഇറ്റ് ട്രാവൽസ് ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈം. അതായത് തുല്യ സമയത്തിനുള്ളിൽ തുല്യ ദൂരം അത് സഞ്ചരിച്ചിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് എന്താ പറയുക, സമവേഗത്തിലാണെന്ന് പറയാം. അപ്പോൾ ആ വസ്തു സമചലനത്തിലാന്ന് പറയും. അതായത് അത് ഇവിടെ നോക്കൂ, എ ടു ബി എത്താനും 10 മീറ്ററാണ് സഞ്ചരിച്ചത്. അതിനെടുക്കുന്ന സമയം എന്താണ്? തുല്യമാണ്, 2 സെക്കൻഡാണ്. ഇവിടെ ബി ടു സി സഞ്ചരിച്ച ദൂരം എത്രയാണ്? 10 മീറ്ററാണ്. അതിനെടുത്ത സമയം എത്രയാണ്? 2 സെക്കൻഡാണ്. ക്ലിയർ? അപ്പോൾ ഇതെന്താ? യൂണിഫോം സ്പീഡ് അല്ലെങ്കിൽ സമവേഗം എന്ന് പറയും. ഇനി വാട്ട് ഈസ് നോൺ യൂണിഫോം സ്പീഡ്? ജസ്റ്റ് ഓപ്പോസിറ്റ്. എന്താണ്? ഇവിടെ നോക്കൂ, എ ടു ബി എത്താൻ 5 മീറ്ററാണ് ഫസ്റ്റ് സഞ്ചരിച്ചത്, അതിന് 5 സെക്കൻഡ് എടുത്തു. പക്ഷെ ബി ടു സി 10 മീറ്റർ ആയി, ഇവിടെ 5ഉം ഇവിടെ 10ഉം ആണ്. ഓക്കെ, പക്ഷെ എടുക്കുന്ന സമയം എന്താണ്? സെയിം ആണ്, 5 സെക്കൻഡ് ആണ്. അപ്പോൾ ഇതിനെന്താ? അസമവേഗം എന്നാണ്. വേഗത തുല്യമല്ല എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ എങ്ങനെ കാണാം നമുക്ക്? ഇവിടെ എ ടു ബി എന്ന് പറയുമ്പം ആദ്യം സ്പീഡിൻ്റെ ഇക്വേഷൻ എഴുതുക. സ്പീഡിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം, ദൂരം ബൈ സമയമാണ്. അപ്പോൾ ഡി എന്നുള്ള ലെറ്ററാണ് നമ്മൾ ഡിസ്റ്റൻസിന് കൊടുക്കുക, = 5 മീറ്റർ. അതിനെടുത്ത സമയം ടി, ടൈം എത്ര സെക്കൻഡാണ്? 5 സെക്കൻഡാണ്. അപ്പോൾ സ്പീഡ് = 5/5 = 1 m/s. ഇത് കിട്ടിയല്ലോ. അപ്പോൾ ഇവിടെ 1 m/s കിട്ടി. ഇനി ബി ടു എ ആണെങ്കിലോ, ഇവിടെ d/t ആണ്. അപ്പോൾ ഇവിടെ എടുത്ത നോക്കുക, ഇവിടെ 10 ആണ്, 10/5 സെക്കൻഡ്. അപ്പോൾ 2 m/s ആണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ 1 m/s ആണ് ഇവിടെ കിട്ടിയത്. പക്ഷെ ഇവിടെ ഈക്വൽ ആണോ? അല്ല, 2 m/s ആണ്. അപ്പോൾ നമുക്കിത് പറയാം, ഇത് യൂണിഫോം അല്ല, നോൺ യൂണിഫോം ആണ് സ്പീഡ് എന്ന് പറയും. കാരണം എന്താണ്? തുല്യ സമയമായിരിക്കും, പക്ഷേ അത് സഞ്ചരിക്കുന്ന ദൂരം എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. അത് നമ്മളിവിടെ പറഞ്ഞ്, ഇറ്റ് ട്രാവൽസ് unequal distances in equal interval of time. That is non-uniform speed എന്ന് പറയും. അപ്പോൾ എന്താണ് നോൺ യൂണിഫോം സ്പീഡ്, എന്താണ് യൂണിഫോം സ്പീഡ് എന്നുള്ളത്? എന്താണ്? ഇഫ് എ ബോഡി ഇൻ മോഷൻ കവേഴ്സ് equal distances in equal intervals of time, the body is said to have uniform speed. ഞാൻ പറഞ്ഞു, ചലനത്തിലുള്ള ഒരു വസ്തു തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ആ വസ്തുവിൻ്റെ വേഗം എന്താ? സമവേഗത്തിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. എന്നാൽ തുല്യ ഇടവേളകളിൽ എന്താ? തുല്യ ദൂരമല്ല സഞ്ചരിക്കുന്നതെങ്കിൽ എന്താ? അത് അസമവേഗം എന്ന് പറയാം. ക്ലിയർ? ഇനി അതിലുള്ള രണ്ടാമത്തെ നമുക്കറിയാവുന്ന ഒന്നാണ് എന്ത്? വെലോസിറ്റി, അതായത് പ്രവേഗം എന്നാണ് പറയാം. അപ്പം നിങ്ങൾ ഇതിൻ്റെ കൂടെ പഠിക്കുമ്പം വെലോസിറ്റി സ്മോൾ ലെറ്റർ വി ആണ് നമ്മൾ എടുക്കുക. അപ്പോൾ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ യൂണിറ്റ് ടൈം. ഇവിടെ ശ്രദ്ധിക്കണം, നമ്മൾ പറഞ്ഞത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ്? ആദ്യ സ്ഥാനവും ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ അല്ലേ? നമ്മൾ ആമൻഡി മൊയലിൻ്റെ ആ ഓട്ട മത്സരമൊക്കെ ഓർക്കുക. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്ഥാനാന്തരമാണ്. അപ്പോൾ എന്താണ്? സ്ഥാനാന്തരം ബൈ സമയം, അതായത് S/T എന്ന് പറയും. സ്ഥാനാന്തരത്തിന് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ S ആണ് ഉപയോഗിക്കുക. ഇത് നിങ്ങൾ മൈൻഡിൽ വെക്കണം, കാരണം ഇതിൻ്റെ തന്നെ കണ്ടിന്യൂവേഷൻ 9th വരുന്നുണ്ട്. അപ്പോൾ S എന്ന് കണ്ടാൽ അന്തം വിടരുത്. S എന്ന് പറഞ്ഞാൽ സ്ഥാനാന്തരമാണ്, അതായത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. എന്തായിരുന്നു ഡിസ്പ്ലേസ്മെൻറ്റിന് നമ്മൾ പറഞ്ഞിരുന്നത്? ഇവിടെ നോക്കൂ, ഇവിടെ m/s തന്നെയാണ് അതിൻ്റെ യൂണിറ്റ് വരുന്നത്. അപ്പോൾ വെലോസിറ്റിയുടെ യൂണിറ്റും സ്പീഡിൻ്റെ യൂണിറ്റും എന്താണ്? സിമിലർ ആണ്, സെയിം ആണ്. അപ്പോൾ യൂണിറ്റ് സമയത്തിലുണ്ടായ ഒരു വസ്തുവിനുണ്ടാവുന്ന സ്ഥാനാന്തരമാണ് എന്ത്? പ്രവേഗം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പിക്ചറിൽ നിങ്ങൾക്ക് കണ്ട രണ്ടാമത്തെ കേസ് എ ടു ബി, ഞാൻ പറഞ്ഞു ഈ വഴിയൊക്കെ സഞ്ചരിക്കാൻ പറ്റും, പക്ഷേ എ ടു ബി ആണ് ഷോർട്ടസ്റ്റ്. ആദ്യ ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഇതാണ്, അതൊരു സ്ട്രേറ്റ് ലൈനാണ്. അപ്പോൾ അതിനെടുക്കുന്ന സമയം ഇവിടെ തന്നിട്ടുണ്ട്, എത്രയാണ്? 5 സെക്കൻഡാണ് എടുത്തത്. ഓക്കെ, അപ്പോൾ വെലോസിറ്റിയും സ്പീഡും ഒന്നല്ല. കാരണം എന്താണ്? നമ്മൾ പറഞ്ഞു സ്പീഡ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി.
കാരണം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് സ്പീഡും എന്ത് തന്നെയാണ്? സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. പക്ഷേ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അതായത് സദിശ അളവാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. കാരണം ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ദാറ്റ് ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി, സദിശ അളവാണ്. അതായത് മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും അതിന്, പിന്നെ അതിന് നമ്മൾ എന്തും കൂടെ പറയും? ഡയറക്ഷനും കൂടെ പറയും. ദാറ്റ് ഈസ് വെക്റ്റർ ക്വാണ്ടിറ്റി. ഓക്കെ, ഇനി നമ്മളിവിടെ ഇതൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ തന്നിട്ടുണ്ട് എന്ത് കാണാനാണ്? ഈ ട്രയാങ്കിൾ നിങ്ങളൊന്ന് ഓർത്ത് വെക്കട്ടോ. നിങ്ങൾക്ക് എസ് കാണാനാണെങ്കിൽ, അതായത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കാണണമെങ്കിൽ അതിങ്ങനെ പിടിച്ചിട്ട് എന്തായിരിക്കും? വി ഇൻറ്റു ഇതിവിടെ പിടിക്കുക, ബാക്കി എന്താ താഴെയുള്ളത്? വി ഇൻറ്റു ടി. ഈ ഇക്വേഷൻ ഉപയോഗിക്കാം എസ് കാണാൻ. ഇനി ടി കാണും, പല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരും. ടി കാണാനാണെങ്കിലോ മുകളിൽ എസ്സും താഴെ വിയും ആണ്, അണ്ടർലൈനും ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ പിടിക്കുക, അവിടെ എസ് ബൈ വി, അതായത് ടി ഈസ് ഈക്വൽ ടു എസ് ബൈ വി എന്നുള്ള ഇക്വേഷൻ നമുക്ക് ഇടാൻ പറ്റും. ഓക്കെ, ഇനി വി ആണെങ്കിലോ കണ്ടത് ഇതിവിടെ പിടിക്കുക, അപ്പോൾ എസ് ബൈ ടി. അപ്പോൾ നിങ്ങൾ ഈ ഒരു ട്രയാങ്കിൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 ഇക്വേഷൻസിലും ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇവിടെ എന്താ തന്നത് നോക്കുക. ഇവിടെ എസ് എന്ന് പറഞ്ഞത് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാണ് അത് സഞ്ചരിച്ച് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്? 1500. ടി എത്രയാണ്? 5 സെക്കൻഡ്. ഇനി ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ദിസ്. വി വെലോസിറ്റി, പ്രവേഗം ഇസ് ഈക്വൽ ടു സ്ഥാനാന്തരം ബൈ സമയം, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. അപ്പോൾ 1500 ബൈ 5 എത്ര കിട്ടും? 300 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ നോക്കുക, ഇവിടെ മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ് ഇതിൻ്റെ എന്ത് വരുന്നത്? യൂണിറ്റ് വരുന്നത്. അപ്പോൾ ഒരു വ്യത്യാസം എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഇതിന് ദിശ കൂടെ പറയും, ഡയറക്ഷൻ പറയും. അപ്പോൾ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അപ്പോൾ ഇവിടെ നമുക്കറിയാം വെലോസിറ്റി ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. വെക്റ്റർ ക്വാണ്ടിറ്റി പറഞ്ഞാൽ ഇറ്റ് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ഇവിടെ നമ്മൾ 1500 മീറ്റർ എന്നും പറയും. പോരാത്തിന് നമ്മളിവിടെ പറയും ഇത് ഈ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്തത് നോർത്തിലേക്കാണെന്ന്. ഇവിടെ നിങ്ങൾക്കത് നോർത്ത് ഡയറക്ഷൻ കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ സ്പീഡിന് നമ്മൾ ഡയറക്ഷൻ പറയില്ല. അപ്പോൾ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിട്ട് ഇൻക്ലൂഡ്സ് സ്പീഡ് വിത്ത് ഡയറക്ഷൻ ആണെങ്കിൽ അതെന്താ വെലോസിറ്റി എന്ന് പറയാം. അത് ചില സന്ദർഭങ്ങൾ എന്തായാലും കൂടാം, വെലോസിറ്റി ഇങ്ങനെ കൂടി വരാം, അല്ലെങ്കിൽ കുറഞ്ഞു വരാം. പക്ഷെ അവിടെ നമ്മൾ ഡയറക്ഷൻ കൺസിഡർ ചെയ്യണം. അങ്ങനെ നമ്മൾ പറയുന്ന ക്വാണ്ടിറ്റീസാണ് എന്ത്? വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറയും. അപ്പോൾ വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ക്ലിയർ? അപ്പോൾ യൂണിറ്റ് സമയത്തിലുണ്ടായ സ്ഥാനാന്തരമാണ് എന്ത്? പ്രവേഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യനുകൾ സാധാരണഗതിയിൽ ചോദിക്കാറുണ്ട്. വെലോസിറ്റി കണ്ടെത്താൻ ചോദിക്കും. അപ്പോൾ നേരത്തെ പോലെ തന്നെയാണ്. സ്പീഡിനാണെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ടൈമാണ്, വെലോസിറ്റി ആണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. പക്ഷെ നമ്മൾ ജനറലി സ്പീഡും വെലോസിറ്റി ഒരേപോലെയാണ് യൂസ് ചെയ്യുക. അത് ശരി തന്നെയാണ്. പക്ഷേ വെലോസിറ്റിക്ക് എന്തും കൂടെ കൺസിഡർ ചെയ്യണം, ഡയറക്ഷനും കൂടെ നമ്മൾ പറയും. ഇപ്പോൾ ഒരു വസ്തു മുകളിൽ നിന്നൊരു ബോൾ താഴേക്ക് വീഴുകയാണെങ്കിൽ അതിന് നമ്മൾ എന്താ പറയുക, അതിൻ്റെ ഡയറക്ഷൻ പ്രത്യേകം താഴോട്ടാണ് അല്ലേ. അപ്പോൾ അവിടെ ഡയറക്ഷൻ പറയുന്നുണ്ട്. സ്പീഡിന് നമ്മൾ ഡയറക്ഷൻ നോക്കേണ്ട കാര്യമില്ല. ഇതാണ് മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ സ്പീഡ് ആൻഡ് ഡയറക്ഷൻ. അപ്പോൾ ഇതെന്തളവാണ്? സദിശ അളവാണ്. അതായത് ഇറ്റ് ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി, സ്പീഡ് ഇസ് എ സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറയാം. ഇനി എപ്പോഴാണ് ഒരു ഒബ്ജക്റ്റ് യൂണിഫോം വെലോസിറ്റി ആണെന്ന് നമ്മൾ പറയാം, അല്ലെങ്കിൽ നോൺ യൂണിഫോം വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു സമവേഗവും അസമവേഗവും, അതായത് യൂണിഫോം സ്പീഡും നോൺ യൂണിഫോം സ്പീഡും. അതിൽ നമ്മൾ പറഞ്ഞ ഈക്വൽ ഡിസ്റ്റൻസ് ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ കവർ ചെയ്യുകയാണെങ്കിൽ എന്താണ്? യൂണിഫോം സ്പീഡാണ്, അല്ലെങ്കിൽ നോൺ യൂണിഫോം. അതേപോലെ തന്നെയാണ് ഇവിടെയും എന്താവണം? ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് കവർ ചെയ്യണം ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം. എന്നാൽ നമുക്കതെന്ത് പറയാം? വെലോസിറ്റി യൂണിഫോമിലാണെന്ന് പറയാം, യൂണിഫോം വെലോസിറ്റിയിലാണ് ആ ഒബ്ജക്റ്റ് എന്ന് പറയാൻ പറ്റും. ഇനി ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? ഡിഫറെൻ്റ് ആണെങ്കിൽ അതെന്ത് പറയാം? നോൺ യൂണിഫോം വെലോസിറ്റി എന്ന് പറയാം. അത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് എക്സാമ്പിളോടുകൂടി നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇനി എന്താണ് യൂണിഫോം വെലോസിറ്റി, നോൺ യൂണിഫോം വെലോസിറ്റി, അതായത് സമപ്രവേഗവും അസമപ്രവേഗവും എന്താണെന്ന് നോക്കാം. ഇത് എളുപ്പമാണ്. നിങ്ങളെന്ത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ, സമവേഗത പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ
എ ബോഡി ഹാസ് യൂണിഫോം വെലോസിറ്റി എങ്ങനെയാണെങ്കിൽ if it covers equal displacement in the same direction in equal interval of time. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കറിയാം എ ടു ബി ഉണ്ടാവുന്ന ഈ വസ്തുവിന് ഉണ്ടാവുന്ന സ്ഥാനാന്തരം ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ് 20 മീറ്റർ ആണ്. സമയം എത്രയാണ് 2 സെക്കൻഡിൻ്റെ ഉള്ളിൽ. നെക്സ്റ്റ് ബി ടു സി എത്താനും സെയിം തന്നെയാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും 20/2 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും 10 മീറ്റർ പെർ സെക്കൻഡാണ് നമുക്കിവിടെ കിട്ടുന്ന വെലോസിറ്റി. കാരണം ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ് വെലോസിറ്റി എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ രണ്ടിൻ്റെ ആൻസർ സെയിം ആണെന്ന് കിട്ടുക. അപ്പോൾ ഒരു വസ്തുവിൻ്റെ സ്ഥാനാന്തരത്തിൻ്റെ അളവിന് തുല്യ സമയ ഇടവേളയിൽ തുല്യമായിരിക്കും. പക്ഷെ ഇവിടെ ഒരു കണ്ടീഷന് നേരത്തേക്കാൾ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ സെയിം ഡയറക്ഷനിലാവണം. ഇവിടെ നോക്കൂ, ഈ പന്ത് പോകുന്നത് ഒരേ ഡയറക്ഷനിലാണ് അല്ലേ. ഡയറക്ഷൻ മാറുന്നുണ്ടോ? ഇല്ല. ഡയറക്ഷൻ മാറുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ സ്പീഡും മാറുമല്ലോ അല്ലേ. അപ്പോൾ ഒരു കണ്ടീഷന് യൂണിഫോം അതായത് സമപ്രവേഗത്തിലാന്ന് പറയണമെങ്കിൽ അവിടെ നോ ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ്, സ്ഥാനാന്തരം ഒരു മാറ്റം വരാൻ പാടില്ല. അതായത് ഇത് 20/2 ചെയ്താലും ഇവിടെ ബി ടു സി ചെയ്ത് കഴിഞ്ഞാലും ഒരേ ആൻസർ കിട്ടണം എന്ന് അർത്ഥം. ഇവിടെ 10 മീറ്റർ പെർ സെക്കൻഡാണ്. അതുപോലെ ഡയറക്ഷൻ, ഇതിൻ്റെ ദിശ മാറുന്നുണ്ടോ? ഇല്ല. ഈ പന്ത് ഏന്ന് സിക്ക് എത്തുന്നത് ഇതേപോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതേപോലെ ഒരേ ദിശയിൽ തന്നെയാണ് പോകുന്നത് അല്ലെ, സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതെന്ത് പറയാം, ഈ വസ്തു യൂണിഫോം വെലോസിറ്റിയിലാണ് പോകുന്നത്, അതായത് സമപ്രവേഗത്തിലാണ് മൂവ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി എന്താണ് നോൺ യൂണിഫോം? ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് അതായത് സ്ഥാനാന്തരവും ഡയറക്ഷനും നമുക്ക് സെയിം ആയിരിക്കും കിട്ടുക വാല്യൂ. ഇനി അടുത്തതാണ് നോൺ യൂണിഫോം വെലോസിറ്റി, അതായത് അസമപ്രവേഗം എന്ന് പറയും. ഇതിൽ 3 കണ്ടീഷൻസ് വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞു ഒന്നുണ്ട് സ്പീഡ് വിത്ത് ഡയറക്ഷൻ ആണ്, വേഗതയും ഡയറക്ഷൻ ദിശയും കൂടെ പറയുന്നതാണ് എന്ത് പ്രവേഗം എന്ന് പറയുന്നത് വെലോസിറ്റി. അപ്പോൾ ഇവിടെ ഒന്നെങ്കിൽ ഇഫ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ചേഞ്ചസ്, ഒന്നെങ്കിൽ അതിൻ്റെ ദിശ മാറിയാൽ ഏതും ചേഞ്ച് ആവും, വെലോസിറ്റി ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവും. കാരണം വെലോസിറ്റി വെക്ടറാണ്, നമ്മൾ പറഞ്ഞു സദിശ അളവാണ്, അത് ദിശയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി ഒരു വസ്തുവിൻ്റെ ചലന ദിശ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വസ്തുവിൻ്റെ പ്രവേഗം എന്താവും, മാറും. അതാണ് ഇവിടെ എഴുതിയത്. ചേഞ്ച് ഇൻ ഡയറക്ഷനാണ് ചേഞ്ച് ഇൻ വെലോസിറ്റി. അപ്പോൾ ഈ ചേഞ്ച് ഇൻ വെലോസിറ്റി നമ്മൾ ഇനി അടുത്ത് പറയുന്നുണ്ട് ത്വരണമാണ്, ആക്സിലറേഷനാണ്. ഇപ്പോൾ ഇവിടെ നോക്കി, ഈ പന്ത് ഇങ്ങനെ വന്നിട്ട് ഇവിടെ വളതിരിഞ്ഞിങ്ങനെ പോകുന്നുണ്ട്, നേരെയല്ല പോകുന്നത്, ഒരേ ദിശയിലല്ല പോകുന്നത്, ഇവിടെ ദിശ മാറുന്നുണ്ട്. അതുകൊണ്ട് അത്തരം ചലനത്തെ എന്ത് പറയാം, അസമപ്രവേഗത്തിലാണ് അല്ലെങ്കിൽ നോൺ യൂണിഫോം വെലോസിറ്റിയിലാണ് അത് മൂവ് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി മറ്റൊരു കണ്ടീഷനാണ്, അപ്പോൾ ഒന്നെങ്കിൽ വേഗം മാറണം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കേസിൽ പറഞ്ഞു ഇവിടെ 20 മീറ്ററിൽ 20 സെക്കൻഡിൽ 2 സെക്കൻഡിലാണ് മൂവ് ചെയ്യുന്നത്. അടുത്തത് ഒരു 20 മീറ്റർ പോകുന്നത് ഒരു 5 സെക്കൻഡ് സമയം എടുത്തു എന്നെങ്കിൽ അവിടെ എന്ത് മാറി, ഓട്ടോമാറ്റിക്കലി അതിൻ്റെ സ്പീഡ് ചേഞ്ച് ചെയ്തു. നമുക്ക് സ്പീഡ് കൂട്ടുകയും ചെയ്യാം കുറക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ വേഗം ദിശ അതായത് സ്പീഡോ ഡയറക്ഷനിലോ ഏതെങ്കിലും ഒന്ന് മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി എന്താവും, മാറും. അപ്പോൾ അത് ഏതിലായിരിക്കും, ഒരു നോൺ യൂണിഫോം ആയിട്ടുള്ള വെലോസിറ്റിയിലായിരിക്കും മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണിത്. ടാബ്ലേറ്റ് ദ ഫോളോയിങ് മോഷൻസ് ഇൻ ടു ദോസ് with uniform velocity and those with non-uniform velocity. അതായത് യൂണിഫോം വെലോസിറ്റി ഏത്, നോൺ യൂണിഫോം വെലോസിറ്റി ഏത് എന്നുള്ളത് പട്ടികപ്പെടുത്താനാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളിങ്ങനെ ആകുമ്പോൾ എന്തൊക്കെ, ഒരു കോളത്തിൽ യൂണിഫോം വെലോസിറ്റി, മറ്റൊന്നിൽ അസമപ്രവേഗം എഴുതുക. ഇനി നമുക്ക് ഓരോന്ന് നോക്കാം. എ സ്റ്റോൺ ത്രോൺ വെർട്ടിക്കലി അപ്പ്, അത് നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത് തന്നെയാണ്. ഒരു കല്ല് നേരെ മുകളിലേക്ക് എറിയാമെന്ന് വെക്കുക, അതിൻ്റെ വെലോസിറ്റി മാറുമോ? നമ്മൾ ഓരോന്ന് നോക്കുക, അതിൻ്റെ സ്പീഡ് മാറുമോ? അതായത് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഡയറക്ഷൻ ഉണ്ട്, മുകളിലേക്ക് താഴേക്ക് അല്ലെങ്കിൽ ഇടത്തോട്ട് വലത്തോട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഡയറക്ഷൻ പറയുന്നതാണ്. അപ്പോൾ ഇവിടെ വെലോസിറ്റിയിൽ എന്ത് മാറ്റം വരുന്നത് അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഏതൊരു വസ്തുവും നമ്മൾ മുകളിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഒരു ഗുരുത്വാകർഷണ ബലം ഉണ്ടാവും താഴേക്ക് അല്ലേ. അപ്പോൾ മുകളിലേക്ക് പോകും തോറും അതിൻ്റെ വെലോസിറ്റി ഗ്രാവിറ്റേഷനെതിരെയാണ്, അതുകൊണ്ട് അതിൻ്റെ വെലോസിറ്റി എന്താവും, കുറഞ്ഞു വരും. അപ്പോൾ ഇത് നമുക്ക് ഏത് ഗണത്തിൽപ്പെടുത്താൻ പറ്റും? ഇത് നമുക്ക് അസമപ്രവേഗമാണോ സമപ്രവേഗമാണോ, അതായത് യൂണിഫോം ആണോ നോൺ യൂണിഫോം ആണോ ചോദിച്ചത്. അപ്പോൾ നമുക്ക് പറയാം ഇത് നോൺ യൂണിഫോം ആണ്, അതായത് അസമപ്രവേഗത്തിലാണെന്ന് പറയാം. ഓക്കെ,
അടുത്തത് ലൈറ്റ് ട്രാവൽസ് ത്രൂ വാക്വം, പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നു. നമുക്കറിയാം പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുക എന്നാൽ പ്രകാശം സഞ്ചരിക്കുന്നത് വെലോസിറ്റി സ്ഥിരമാണ്, കോൺസ്റ്റൻ്റ് ആണെന്ന് പഠിച്ചിട്ടുണ്ട് നിങ്ങൾ കഴിഞ്ഞ ഒന്നാമത്തെ ചാപ്റ്ററിൽ. അപ്പോൾ 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡിലാണ് പ്രകാശം ലൈറ്റ് വാക്വത്തിലൂടെ ട്രാവൽ ചെയ്യുന്നത്. അവിടെ അതിന് മാറ്റമുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇതെന്താണ് നമുക്ക് പറയാം, ഇത് യൂണിഫോം വെലോസിറ്റിയിലാണെന്ന് പറയാം. ഓക്കെ, അതായത് സമപ്രവേഗത്തിലാണെന്ന് പറയാം. ഞാൻ അവിടെ ഷോർട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തത് എ ബോൾ റോളിംഗ് അപ്പ് ഓൺ ദി ഫ്ലോർ, ഒരു പന്ത് തറയിലൂടെ ഇങ്ങനെ ഉരുട്ടിവിടുന്നു. അവിടെ നമുക്ക് നോക്കി അറിയുമ്പോൾ അവിടെ ഒരു ഫോഴ്സ് ഉണ്ട്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട് അല്ലേ, ഒരു ഘർഷണ ബലം കുറച്ച് ഞാൻ നിർത്തുന്നുണ്ട്. അപ്പോൾ ഏതൊരു വസ്തുവും നിൽക്കാൻ പോവുകയാണെങ്കിൽ, അതായത് സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി അവിടെ എന്തായിരുന്നു കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പം അവസാനം അതെന്താവും 0യിലേക്കാണ് എത്തുക. അപ്പോൾ ഇതേതാണ്, ഇത് യൂണിഫോം ആണോ നോൺ യൂണിഫോം ആണോ? നോൺ യൂണിഫോം ആണ്. ഓക്കെ, കാരണം ആ ടൈമിനനുസരിച്ചിട്ട് ആ പന്തിനുണ്ടാവുന്ന സ്ഥാനാന്തരത്തിന് എന്തുണ്ട്, മാറ്റം ഉണ്ട്, അതിൻ്റെ വെലോസിറ്റി മാറുന്നുണ്ട്. അടുത്തത് മോഷൻ ഓഫ് മിനിറ്റ് ഹാൻഡ് ഓഫ് എ ക്ലോക്ക്, ക്ലോക്കിൽ മിനിറ്റ് സൂചിൻ്റെ മോഷൻ അതെന്താണ്, അവിടെ യൂണിഫോം ആണോ നോൺ യൂണിഫോം ആണോ? ഇവിടെ നിങ്ങൾക്കൊരു സംശയം വരാനുണ്ട്. അപ്പം ക്ലോക്കിലെ സൂചി നമുക്കറിയാം എങ്ങനെ റൗണ്ടിലാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റിലാണെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടേക്കാണ്. നേരത്തെ നമ്മൾ സർക്കുലർ മോഷൻ ഓഫ് എ കാറ് പറഞ്ഞു. ഇനി ഇതിങ്ങനെ ഇവിടെ എത്തി, ആ ക്ലോക്കിലെ സൂചി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ എങ്ങോട്ടായി? ഇതേ ഡയറക്ഷനിലായി അല്ലേ. പിന്നെ അത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എത്രയാവും? അതിൻ്റെ സൂചിയുടെ ചലനം ഈ ഡയറക്ഷനിലാണ്. അപ്പോൾ അവിടെ നോക്കിയാൽ നിങ്ങൾക്കറിയാം ഇത് സമവേഗത്തിലാണ് പോകുന്നത്. സമവേഗം പറഞ്ഞാൽ തുല്യ സമയത്തിനുള്ളിൽ തുല്യ ദൂരമാണ് പോകുന്നത്. പക്ഷേ ഇതിന് സമപ്രവേഗമാണോ? അല്ല, ഇത് അസമപ്രവേഗമാണ്. കാരണം ഇവിടെ എന്ത് മാറുന്നുണ്ട്? ഇവിടെ ഇതിൻ്റെ ദിശ, അതായത് ഡയറക്ഷൻ എന്താവുന്നുണ്ട്? ഇവിടെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് ഇതെന്താണ്? നോൺ യൂണിഫോം മോഷനാണ്. ഇങ്ങനത്തെ ചോദ്യം എപ്പോഴും പരീക്ഷയ്ക്ക് നിങ്ങൾ കൺഫ്യൂഷൻ ആക്കും. എന്ത് നോക്കിയാൽ മതി നിങ്ങൾ? യൂണിഫോം ആണോ നോൺ യൂണിഫോം ആണോ നോക്കാൻ ഒന്നെങ്കിൽ എന്താക്കുക, അതിൻ്റെ ഡയറക്ഷൻ മാറണം, അല്ലെങ്കിൽ അതിൻ്റെ സ്പീഡ് കൂടുകയോ കുറയുകയോ ചെയ്യണം. ഓക്കെ, ഇനി അല്ലെങ്കിൽ രണ്ടും മാറാം. ഒരു കണ്ടീഷൻ എന്താണ്? ചേഞ്ച് ഇൻ സ്പീഡ് വിത്ത് റെസ്പെക്ട് ടു ടൈം ബട്ട് ഇൻ ദ സെയിം ഡയറക്ഷൻ. ഒന്നെങ്കിൽ എന്താക്കുക, സ്പീഡ് അതിൻ്റെ വേഗത മാറിക്കൊണ്ടിരിക്കുക, പക്ഷേ ഡയറക്ഷൻ മാറണമെന്നില്ല. രണ്ടാമത്തെ കേസ് ഒന്നെങ്കിൽ എന്താക്കും, ഡയറക്ഷൻ മാറും പക്ഷേ സ്പീഡ് എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദിശ എങ്ങനെ മാറിക്കൊണ്ടിരിക്കും, പക്ഷേ സ്പീഡ് വേഗത എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇനി രണ്ടും സംഭവിക്കാലോ, ഒന്നെങ്കിൽ സ്പീഡ് മാറും അല്ലെങ്കിൽ ഡയറക്ഷൻ മാറും, ദിശ മാറിക്കൊണ്ടിരിക്കാം. അപ്പോൾ നോൺ യൂണിഫോം ആവണമെന്നുണ്ടെങ്കിൽ എന്താക്കും? രണ്ടും കൂടി ഒരുമിച്ച് മാറാം. ഒന്നെങ്കിൽ അതിൻ്റെ സ്ഥാനാന്തരത്തിൻ്റെ അളവും, അതായത് ഇവിടെയുള്ള സ്പീഡും, അല്ലെങ്കിൽ അതിൻ്റെ ദിശയും എന്താക്കാൻ പറ്റും? അതിൻ്റെ വേഗതയും ദിശയും എന്താക്കാൻ പറ്റും? മാറിക്കൊണ്ടേയിരിക്കും. ക്ലിയർ? അപ്പോൾ ഇതാണ് നോൺ യൂണിഫോം വെലോസിറ്റി. അപ്പോൾ നിങ്ങൾ എന്ത് നോക്കിയാൽ മതി? ഒന്നെങ്കിൽ സ്പീഡ് മാറണം, അല്ലെങ്കിൽ അത് അതിൻ്റെ വെലോസിറ്റി ഇങ്ങനെ എന്താണ് സ്പീഡ് കൂടുകയോ കുറയുകയോ ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ ദിശ ഡയറക്ഷൻ മാറണം, അല്ലെങ്കിൽ വേഗവും ദിശയും എന്താവണം? രണ്ടും കൂടി ഒരുമിച്ച് മാറണം. അത് രണ്ടും സെയിം ആണെങ്കിൽ എന്തായി? യൂണിഫോമായി. ഓക്കെ, ഇത് ലെറ്റസ് എസ്എസ്സിലുള്ള 10th പ്രോബ്ലമാണ്. ഇത് വെലോസിറ്റി കാണാനുള്ളതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: ഒബ്സർവ് ദ ഫിഗർ ഷോയിങ് ദ പാത്ത് ഓഫ് എ ബോഡി വി സ്റ്റാർട്ടഡ് ഫ്രം എ ആൻഡ് മൂവ്ഡ് ടു സി ത്രൂ ബി. അതായത് എന്ന് ബി വഴി സിയിലെത്തിയത്. കാൽക്കുലേറ്റ് ദ സ്പീഡ് ഓഫ് ദി ബോഡി, അതിൻ്റെ വേഗത കണക്കാക്കാനും. വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ദി ബോഡി, അതിൻ്റെ പ്രവേഗം കണക്കാക്കണം. അതുപോലെ സി തൊട്ട് എ വരെ എത്താനുള്ള പ്രവേഗം എത്രയെന്നുള്ളതൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കതിലുള്ള ഒന്നാമത്തെ പ്രോബ്ലം നോക്കാം. ഇവിടെ നോക്കുക, ആദ്യം അതിൻ്റെ സ്പീഡാണ് കണ്ടെത്തേണ്ടത്. സ്പീഡ് കാണാൻ നമുക്കറിയാം എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈമാണ്, അതായത് ദൂരം ബൈ സമയമാണ്. അപ്പോൾ d/t, ഇനി ഇങ്ങനെ ഞാൻ ഇടുള്ളൂ. d/t ഈസ് ഈക്വൽ ടു എന്താ പറയുക, എ ടു ബി 60 മീറ്ററാണ് ലെങ്ത്ത് സഞ്ചരിച്ചത്, ബി ടു സി 40 ആണ്. അപ്പോൾ രണ്ടും കൂടി കൂട്ടുമ്പോൾ എന്തായി? 100 മീറ്റർ ആകെയായി അല്ലേ. 100 അതിനടുത്ത സമയം ഇവിടെ 6 സെക്കൻഡും ഇവിടെ 4 സെക്കൻഡും, അപ്പോൾ ടോട്ടല് 10 സെക്കൻഡായി അല്ലേ. അപ്പോൾ അവിടെ ആൻസർ എത്ര കിട്ടി? 10 മീറ്റർ പെർ സെക്കൻഡാണ് അവിടെ നമുക്ക് ആൻസർ കിട്ടുന്നത്. ഇനി അടുത്തത് വസ്തുവിൻ്റെ
വെലോസിറ്റി കാണാനാണ്, പ്രവേഗം കാണാൻ. അതിൽ നമുക്കറിയാം v ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്, s/t ആണ്. അതായത് സ്ഥാനാന്തരം ബൈ സമയം. ഈ സമവാക്യമൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണേ. സ്ഥാനാന്തരം ബൈ സമയം. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ പ്രവേഗം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ നോക്കുക, അത് ഡിസ്പ്ലേസ്മെൻ്റ് എന്നാണ് വരിക. എന്താ ഡിസ്പ്ലേസ്മെൻറ്റ്? ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള നേർരേഖ ദൂരമാണ്. അപ്പോൾ ഇവിടെ ABC എന്ന് വളഞ്ഞു പോകുന്നതിനേക്കാളും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഏതാ? A to C അല്ലേ? അപ്പോൾ ഇവിടെ 70 മീറ്റർ ആകെ സഞ്ചരിച്ചിട്ടുള്ളൂ. പക്ഷെ അതിനെടുത്ത സമയം എന്താണ്? 6 സെക്കൻഡും 4 സെക്കൻഡും തന്നെയാണ്. അപ്പോൾ ഇവിടെ ആൻസർ 7 മീറ്റർ പെർ സെക്കൻഡ് ആണ് കിട്ടുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വസ്തു സിയിൽ നിന്ന് തിരിച്ച് എയിലെത്താൻ സമയം 5 എടുത്തുള്ളൂ നിൽക്കുക. ഓക്കെ, 5 സെക്കൻഡ് ആണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി എത്രയാണെന്നാണ് ചോദിച്ചത്. ഇവിടുന്ന് തിരിച്ച് ആദ്യം ഇപ്പോൾ ഇവിടെ എത്തി, ഇനി സിന്ന് തിരിച്ച് എയിലേക്ക് എത്തണം. അപ്പോൾ എന്താണ് ആദ്യം വെലോസിറ്റി കാണാനുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം, സ്ഥാനാന്തരം ബൈ സമയം. അപ്പോൾ 70 ബൈ അതിന് എത്ര സെക്കൻഡ് എടുത്തതെന്നാണ്? 5 സെക്കൻഡ്. അപ്പോൾ ഒക്കെ ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 14 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? അപ്പോൾ അതാണ് ഇവിടെയുള്ള ആൻസർ. ഇനി അടുത്തത് എയിൽ നിന്ന് സിയിലെത്തുമ്പോൾ, അതായത് ഇങ്ങനെ പോയാലുള്ള പ്രവേഗത്തിനാണോ കൂടുതൽ, സിന്ന് എയിലെത്താനുള്ള പ്രവേഗമാണോ കൂടുതൽ എന്നാണ് ചോദിച്ചത്. താരതമ്യം ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നോക്കിയാൽ തന്നെ അറിയാം, നമുക്ക് ആദ്യത്തെ കിട്ടിയത് 7 മീറ്റർ പെർ സെക്കൻഡ് ആണ്. രണ്ടാമത്തെ C to A പോയാലുള്ള പ്രവേഗം കിട്ടിയത് 14 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പം എന്തായാലും C to A ചെയ്യുമ്പോൾ 14 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതാണ് ഇതിനേക്കാളും കൂടുതൽ, A to Cനേക്കാളും കൂടുതലായിട്ട് വരുന്നത്. നമ്മൾ ഇൻട്രൊഡക്ഷനിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ വെലോസിറ്റി ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 4 കേസുകളാണ്. ഒന്ന്, സ്റ്റേഷനിൽ നിന്ന് ആരംഭിച്ച ട്രെയിൻ. നമുക്കറിയാം, ഒരു വസ്തു, ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പം അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്തായിരിക്കും? 0 എന്നാണ് തുടങ്ങുക. പിന്നെ അത് ട്രെയിൻ ആകുമ്പോൾ അതിങ്ങനെ എന്താ, അതിൻ്റെ സ്പീഡ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ട് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ട്രെയിനിൻ്റെ സ്പീഡ് എന്താണ്? കൂടി വരികയാണ് ചെയ്യുന്നത്. അടുത്ത, മുകളിലേക്ക് എറിയപ്പെട്ട ബോൾ. മുകളിലേക്ക് എറിയപ്പെടുക എന്ന് പറഞ്ഞാൽ അവിടെ വെലോസിറ്റി ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ മുകളിലേക്കാണ്, പക്ഷേ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് താഴേക്കാണ്, ഭൂഗുരുത്വാകർഷണ ബലം. അപ്പോൾ അതിനെതിരെ ആയിട്ടാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വെലോസിറ്റി പ്രവേഗം എന്താ അവിടെ കുറഞ്ഞു വരികയാണ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത്, ഇറക്കത്തിൽ ഉരുട്ടിവിട്ട കല്ല്. താഴേക്ക് ഇങ്ങനെ പോകുമ്പം ഉള്ള കല്ല് അത് തന്നെയാണ്, ഗുരുത്വാകർഷണ ബലത്തിൽ നേർ ദിശയിലാണ്. അതുകൊണ്ട് എന്താവും? അതും വെലോസിറ്റി എന്താണ്? കൂടി വരിക ചെയ്യുന്നത്. തെങ്ങിൽ നിന്നും താഴേക്ക് വീഴുന്ന തേങ്ങ, അതും വെലോസിറ്റി എന്താണ്? കൂടി വരികയാണ്, ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഒരൊറ്റ കേസിൽ മാത്രമാണ് വെലോസിറ്റി എന്താവുന്നത്? ഡിക്രീസ് ആവുന്നത്. അതേതാണ്? മുകളിലേക്ക് എറിയപ്പെട്ട ബോളിൻ്റെ കേസിലാണ്. ഓട് 1 ഔട്ടായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും മുകളിലേക്ക് എറിയപ്പെട്ട ബോളിൻ്റെ കേസ്.